ഒരു കഴുതയുടെ കഥയാണ് പറയുന്നത്. ഒരു തോട്ടക്കാരൻ്റെ കീഴിലാണ് കഴുത ആദ്യമായി ജോലിക്ക് ചേർന്നത്. തോട്ടക്കാരൻ ക്രൂരനാണെന്നും തനിക്ക് കഠിനമായി ജോലികൾ നൽകുന്നുവെന്നും അതിന് തോന്നി. കഴുത ജൂപ്പിറ്റർ ദേവനോട് പ്രാർത്ഥിച്ചു, ദേവ, എനിക്കൊരു നല്ല യജമാനനെ തരണമേ. ദേവൻ ഈ പ്രാർത്ഥന കേട്ട് കുപിതനായി. അദ്ദേഹം അതിനെ ഒരു കുശവൻ്റെ അടിമയാക്കി. തോട്ടക്കാരൻ കൊടുത്തതിനേക്കാൾ ഭാരിച്ച ജോലികൾ കുശവൻ കഴുതയെ കൊണ്ട് ചെയ്യിച്ചു. വീണ്ടും കഴുത ജൂപ്പിറ്റർ ദേവനോട് പരാതിപ്പെട്ടു, തനിക്ക് മറ്റൊരു യജമാനനെ തരണമേ എന്ന്. ചെരുപ്പൂത്തിയായ മറ്റൊരു യജമാനനെ ദേവൻ കഴുതയ്ക്ക് കൊടുത്തു. പക്ഷേ അധിക ദിവസം വേണ്ടി വന്നില്ല. മറ്റു 2 യജമാന്മാരെക്കാൾ ക്രൂരനാണ് ചെരുപ്പൂത്തി എന്ന് കഴുതയ്ക്ക് ബോധ്യമായി. ഭാരിച്ച ജോലികളും ശാരീരിക പീഡനങ്ങളും കൊണ്ട് കഴുത കിതച്ചു. എന്നോളം നിർഭാഗ്യവാനായ ആരെങ്കിലും ഈ ലോകത്ത് കാണുമോ എന്ന് കഴുത ആത്മഗതം ചെയ്തു. എനിക്ക് ആദ്യത്തെയോ രണ്ടാമത്തെയോ യജമാനൻ്റെ അടുക്കൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടു കഴിഞ്ഞാൽ മതിയായിരുന്നു. ഈ മനുഷ്യൻ ഞാൻ ജീവിച്ചിരിക്കെ പണിയെടുപ്പിച്ച് എല്ലൊടിപ്പിക്കുമെന്ന് മാത്രമല്ല, മരിച്ചാൽ തോലുരിഞ്ഞ് ചെരുപ്പുണ്ടാക്കുക കൂടെ ചെയ്യും എന്ന് പറഞ്ഞ് ആകുലചിത്തനായി. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് ബുദ്ധി എന്ന് സാരം. താങ്ക് യു.